നാഗാരാധനയ്ക്ക് നമ്മുടെ നാട്ടിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ധാരാളം കാവുകളും സർപ്പക്ഷേത്രങ്ങളും നമുക്കുണ്ട്. ഭക്ത്യാദരപൂർവ്വമാണ് ഇവിടെ നാഗാരാധന നടത്തുന്നത്. വ്യത്യസ്തമായ പൂജാ രീതികളും സമ്പ്രദായങ്ങളും ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. മാറാവ്യാധികൾ, മഹാരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, നിരന്തരമായ ആപത്തുകൾ, സന്താന സൗഭാഗ്യമില്ലായ്മ, വിവാഹ തടസ്സം, കടുത്ത രാഹുകേതു ദോഷങ്ങൾ എന്നിവയാണ് നാഗദോഷത്തിൻ്റെ പ്രത്യക്ഷ ഫലങ്ങൾ. കടുത്ത സർപ്പദോഷങ്ങൾ ബാധിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും, കുടുംബം ക്ഷയിക്കും, കുടുംബാംഗങ്ങൾക്ക് ദുരിതങ്ങൾ ഒഴിയില്ല. നാഗദോഷത്തിന് പരിഹാരമാർഗങ്ങളുമുണ്ട്. ആയില്യം നക്ഷത്രം, ഞായറാഴ്ച, നാഗപഞ്ചമി തുടങ്ങിയ നാഗപ്രീതിക്ക് ഉത്തമമായ ദിവസങ്ങളിൽ വ്രതമെടുത്ത് നാഗക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. നാഗസന്നിധികളിൽ നമുക്ക് കഴിയുന്ന വഴിപാടുകൾ ചെയ്യാം. ഇതിലേറ്റവും പ്രധാനം നൂറും പാലും സമർപ്പണമാണ്. എള്ളെണ്ണ, മഞ്ഞൾ, ഭസ്മം, ഇളനീർ, പശുവിൻ പാൽ, പഞ്ചഗവ്യം എന്നിവയാലുള്ള അഭിഷേകം എന്നിവയും നല്ലതാണ്. ശർക്കര പായസം, പാൽപ്പായസം, കൂട്ടുപായസം, ശർക്കരച്ചോറ്, വെള്ള നിവേദ്യം എന്നീ വഴിപാടുകളും സമർപ്പിക്കാം. സർപ്പരൂപങ്ങൾ, മുട്ടകൾ, ചുവപ്പുപട്ട് എന്നിവയുടെ സമർപ്പണവും നല്ലതാണ്. ശിവൻ, വിഷ്ണു, ഗണപതി, ദേവി തുടങ്ങിയ ദേവീദേവന്മാരെ ഭജിക്കുമ്പോൾ അവർക്ക് അലങ്കാരമായി വർത്തിക്കുന്ന വാസുകി, അനന്തൻ, ശംഖപാലൻ തുടങ്ങിയ നാഗങ്ങളെ ചേർത്ത് സ്മരിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നത് നാഗശാപവും ദോഷവും പരിഹരിക്കും. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രങ്ങളുടെ അധിപൻ രാഹു ആയതിനാൽ ഇവർ നിത്യവും സർപ്പാരാധന നടത്തണം. ഭരണി, രോഹിണി, ആയില്യം, പൂരം, അത്തം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, രേവതി നക്ഷത്രജാതർ രാഹുദശയിൽ സർപ്പപ്രീതി വരുത്തണം. ദിവസവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ നാഗങ്ങളെ ഭക്ഷിക്കും എന്നാണ് സങ്കല്പം. അതിനാൽ സുബ്രഹ്മണ്യ ഭക്തരെ നാഗങ്ങൾ ഉപദ്രവിക്കില്ല. വിഷ്ണു ഭഗവാൻ നാഗരാജാവായ അനന്തനെ ശയ്യയാക്കി കിടക്കുന്നതിനാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നാഗദോഷം അകറ്റാം. നരസിംഹ പൂജയോ നരസിംഹ ക്ഷേത്ര ദർശനമോ നടത്തിയാൽ സർപ്പദോഷമൊഴിയും. ശ്രീകൃഷ്ണ ഭഗവാൻ നരസിംഹ പൂജ നടത്തിയതിൻ്റെ ഫലമായാണത്രേ കാളിയമർദ്ദനം ആടിയപ്പോൾ വിഷമേൽക്കാതിരുന്നത്. മണ്ണാറശാല, വെട്ടിക്കോട്ട്, പാമ്പുമേക്കാവ്, നാഗർകോവിൽ തുടങ്ങിയ നാഗകേന്ദ്രങ്ങളിൽ ദർശനം നടത്താം. നവനാഗസ്തുതി നിത്യവും ജപിക്കാം. നാഗരാജ കഥകളോ സ്തോത്രങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കാം. അനന്തം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം, ശംഖപാലം, ധൃതരാഷ്ട്രം, തക്ഷകം, കാളിയം തഥാ ഏതാനി നവനാമാനി നാഗാനി ച മഹാത്മാനം തസ്യ വിഷഭയം നാസ്തി സർവത്രേ വിജയി ഭവേത്. ഇതാണ് നവനാഗസ്തുതി. എന്ത് കാര്യത്തിന് മുതിർന്നാലും തടസ്സം നേരിടുക, പരാജയം തുടങ്ങിയവയ്ക്ക് കാരണം സർപ്പദോഷമാണ്. സർപ്പദോഷ പരിഹാരത്തിന് ഗണപതി ഭഗവാനെ ഭജിക്കണം. ഗണപതി അരഞ്ഞാണമായി ധരിച്ചിരിക്കുന്ന ശംഖപാലൻ സർപ്പശ്രേഷ്ഠനാണ്. നാഗശ്രേഷ്ഠനായ വാസുകി ശിവന്റെ കണ്ഠാഭരണമാണ്. ശിവപൂജ കൊണ്ട് വാസുകിയെ സംതൃപ്തനാക്കാം. കൂടാതെ നാഗരാജാവ് എന്നാൽ ശിവൻ തന്നെയാണെന്നും വിശ്വസിക്കുന്നു. കാശി വിശ്വനാഥനെ നാഗരാജാവായാണ് ആരാധിക്കുന്നത്. സർപ്പദോഷത്താൽ സന്താനക്ലേശം നേരിടുന്നവർക്ക് വിഷ്ണു ഭജനം ഗുണപ്രദമാണ്. കുട്ടികളുടെ സംരക്ഷണത്തിന് അനന്തനെ, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ശിശുവായ ശ്രീകൃഷ്ണനെ വസുദേവർ കുട്ടയ്ക്കകത്താക്കി കൊണ്ടുപോകുമ്പോൾ കുടയായി നിന്നത് സർപ്പരാജൻ അനന്തനാണ്. സർപ്പക്കാവുകൾ സംരക്ഷിക്കുക, ദീപം തെളിക്കുക, യഥാവിധി നാഗപൂജ നടത്തുക എന്നിവ ചെയ്താൽ സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞു പോകും.